വയനാട്ടിൽ പീഡനത്തിനിരയായ 16-കാരി ആത്മഹത്യ ചെയ്തു. ഇവിടെ ഈ പെൺകുട്ടി ജീവിതം അവസാനിപ്പിച്ച് ഫിലിപ്പിന്റെ കേസ് കേട്ടില്ലോ ആ പെൺകുട്ടി സ്ട്രോങ് ആയിട്ട് നിന്ന് ഈ ജീവിതം അവസാനിപ്പിച്ച കൊച്ചിന്റെ ആ ഒരു വീഡിയോയുടെ താഴെ അതിനെ എല്ലാവരും അങ്ങ് വാഴ്ത്തി പാടിക്കൊണ്ടിരിക്കുക. പാവം, അതിനാരും സഹായിക്കാനില്ല, അതിനങ്ങനെ ചെയ്തില്ല ഇങ്ങനെ ചെയ്തില്ലെന്നും പറഞ്ഞിട്ട് ആൾക്കാർ ഒടുക്കത്തെ സപ്പോർട്ട്. ഫിലിപ്പിന്റെ കേസ് കേട്ടില്ല 16-കാരി സ്ട്രോങ് ആയിട്ട് നിന്നപ്പോഴോ ഈ ഫിലിപ്പിനെ പെടുത്താൻ നോക്കി. അവൾ കള്ളിയാണ്, അവൾ ഇങ്ങനെയാണ്, മറ്റേതാണ്, മറിച്ചതാണെന്ന്. ഇവിടുത്തെ മലയാളികളുടെ ഈ ഡബിൾ സ്റ്റാൻഡ് നിങ്ങൾ ആദ്യം അവസാനിപ്പിക്കുന്നത് നല്ലതായിരിക്കും. കുറേ വിവരം കെട്ട ചിന്താഗതിയുള്ള കുറേ ആൾക്കാർ, ഞാൻ അങ്ങനെ പറയും. 2-3 ദിവസമായിട്ട് നമ്മൾ ഫിലിപ്പിന്റെ കേസ് കേട്ടാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ 16 വയസ്സുള്ള ഒരു പെൺകുട്ടി, അതും വയനാട്ടിലെ 16 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ 2 പേര് പീഡിപ്പിച്ചു. ഒന്ന് അയലത്തുള്ളവനും പിന്നെ അവർ ബന്ധുവായ ഒരു പയ്യനും കൂടെ. ആ പെൺകുട്ടി ഇന്ന് ജീവൻ മേടിച്ചു. 16 വയസ്സുള്ളത്. കൗൺസിലിംഗ് കൊടുക്കാൻ നേരത്താണ് അതിന്റെ കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തുകയൊക്കെ ചെയ്യുകയൊക്കെ ചെയ്തത്. എന്നിട്ട് ആ കുട്ടി പോയി ആത്മഹത്യ ചെയ്തു. ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ആ ഒരു വാർത്തയുടെ താഴെ അടിയിൽ എല്ലാവരും പറയുന്നു ഇവിടുത്തെ സിസ്റ്റത്തിന്റെ കുഴപ്പമാണ്, അല്ലെങ്കിൽ ആ കൗൺസിലിംഗ് ചെയ്ത ആൾക്കാരുടെ അടുത്ത് അവരുടെ കുഴപ്പമാണ് എന്നൊക്കെയാണ് ഇവിടെ പറയുകയൊക്കെ ചെയ്യുന്നത്. എല്ലാവരും പറയുന്നു. ഫിലിപ്പിന്റെ ഒരു കേസ് എടുത്ത് നോക്കുവാണെങ്കിൽ നേരെ തിരിച്ചൊക്കെ ഇവിടെ ആൾക്കാർ പറയുന്നത്. ഫിലിപ്പ് തെറ്റൊന്നും ചെയ്ത് കാണത്തില്ല, അയാൾ നിരപരാധിയാണ്, അവൾ ഇത്ര നാൾ എവിടെ ആയിരുന്നു, അവൾക്ക് 2-3 വട്ടം അനുഭവം ഉണ്ടായിട്ട് പിന്നെ എന്തുകൊണ്ട് അവൾ ഇത് ചെയ്തില്ല, അങ്ങനെ 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 ഓരോ 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 രീതിയിലാണ്. ഇവിടുത്തെ മലയാളികളുടെ രീതികൾ എന്താണെന്ന് എനിക്ക് ഇപ്പോൾ മനസ്സിലാവുന്നില്ല. ഇവിടുത്തെ മനസ്സിലാവുന്നേയില്ല. പിന്നെ അതുപോലെ തന്നെ ഫിലിപ്പിന്റെ കേസ് കേട്ടില്ല വൈഫ് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. അത് അതിനേക്കാളും വലിയ ഉടായ്പ്. ഭർത്താവ് ഇപ്പോൾ വേറൊരുത്തിൻ്റെ കൂടെ താമസിക്കുന്നത്. ഒരു 3-4 വർഷം കൊണ്ട് വേറൊരുത്തിൻ്റെ കൂടാണ് ഇവിടെ താമസിക്കുകയൊക്കെ ചെയ്യുന്നത്. അവരുടെ ഇമേജ് പോകാതിരിക്കാൻ വേണ്ടി ഇയാളെ ഇന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി വന്നിപ്പോൾ അവർ ഏറില്ല. ഓക്കെ, ആ വയനാട്ടിലെ പെൺകുട്ടിയുടെ നമുക്ക് ആ ഒരു ന്യൂസ് ഒന്ന് വെക്കാം. അതാണ് ഇവിടുത്തെ മെയിനായിട്ട് സംസാരിക്കേണ്ട ഒരു കാര്യം. അത് ഞാൻ ഇവിടെ നിന്ന് വെച്ച് തരാം. അത് നമ്മൾ വയനാട്ടിലേക്ക് പോവുകയാണ്. വയനാട്ടിൽ പീഡനത്തിനിരയായ 16-കാരി ആത്മഹത്യ ചെയ്തു. തിങ്കളാഴ്ചയാണ് +1 വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്തത്. വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസിൽ ബന്ധുവും അയൽവാസിയും ഉൾപ്പെടെ 2 പേർ അറസ്റ്റിലായി. പീഡനത്തിനിരയായ വിവരം സ്കൂൾ അധികൃതരാണ് പോലീസിനെ അറിയിച്ചത്. വിവരങ്ങളുമായി റോബിൻ മാത്യു മറ്റത്തിൽ ചേരുകയാണ്. റോബിൻ, വളരെ വേദനാജനകമായ വാർത്തയാണ് റോബിൻ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ പോലീസ് നടപടികൾ ഉണ്ടായി, പ്രതികൾ അറസ്റ്റിലായി, ശേഷം ഇപ്പോൾ ആത്മഹത്യ എന്ന വിവരം പുറത്തു വരുന്നു. എന്താണ് ഈ സംഭവത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ? അനൂപെ, വളരെ ദാരുണമായ ഒരു സംഭവമാണ് വയനാട്ടിൽ ഉണ്ടായത്. ഇക്കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് +1 വിദ്യാർത്ഥിയായ 16 വയസ്സുകാരിയായ പെൺകുട്ടി ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ ബന്ധുക്കൾ കണ്ടെത്തുകയായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വരുന്നത് കുറെ കൂടി ഗൗരവമുള്ള വളരെ ദാരുണമായ സംഭവത്തിന്റെ വിവരങ്ങൾ കൂടിയാണ്. അതായത് ഈ പെൺകുട്ടി പലതവണ പീഡിപ്പിക്കപ്പെട്ടിരുന്നു എന്നതാണ്. 2024-25 സമയത്തൊക്കെ പെൺകുട്ടിയെ പീഡനത്തിന് ഇരയായിരുന്നു. അതുമായി ബന്ധപ്പെട്ട പെൺകുട്ടി തന്നെയാണ് സ്കൂളിൽ കൗൺസിലറോട് പറഞ്ഞത്. ഒപ്പം തന്നെ ഡോക്ടർമാരെ ഉൾപ്പെടെ കണ്ട് ചില ചികിത്സയൊക്കെ തേടുകയും മറ്റും ചെയ്തിരുന്നു. അതിനുശേഷം ഇത് സ്കൂളിൽ വിവരം അറിഞ്ഞു. അങ്ങനെ സ്കൂളിലാണ് അറിഞ്ഞതിന് ശേഷമാണ് ഈ വിവരം പോലീസിലേക്ക് എത്തുന്നത്. മനസ്സിലാക്കുന്നതനുസരിച്ച് 10-ാം തീയതി തന്നെ സ്കൂൾ അധികൃതർ ഈ വിവരം പോലീസിനെ അറിയിച്ചിരുന്നു. പോലീസ് അതിനുശേഷം ഈ പരാതി മൊഴി നൽകിയിരിക്കുന്ന 2 പേരുടെ പേരിലാണ്. ആ മൊഴി 2 പീഡനത്തിനിരയായ കാര്യത്തിൽ വിശദാംശങ്ങൾ ഈ 2 പേരെ കുറിച്ചാണ്. ആ 2 പേരെയും അറസ്റ്റ് ചെയ്യുകയും മറ്റും ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനുശേഷമാണ് ദിവസങ്ങൾക്കുള്ളിൽ ഈ തിങ്കളാഴ്ച വൈകുന്നേരത്തോടു കൂടി കുട്ടി വീട്ടിൽ ആത്മഹത്യ ചെയ്യുന്ന സംഭവം ഉണ്ടായത്. ഈ സംഭവം പ്രധാനപ്പെട്ട കാര്യം ഒന്ന്, ഇതുമായി ബന്ധപ്പെട്ട് ഈ പീഡന വിവരങ്ങൾ ഒക്കെ അറിഞ്ഞ ശേഷം, അല്ലെങ്കിൽ പോലീസിന് വിവരം അറിഞ്ഞു, അല്ലെങ്കിൽ സ്കൂൾ അധികൃതർ വിവരം അറിഞ്ഞു, ഇക്കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വന്ന ശേഷം പക്ഷേ ഈ കുട്ടിയുടെ സുരക്ഷിതത്വം അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം ഒഴിവാക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് ഏറ്റവും ഖേദകരമായ കാര്യം. എന്തായാലും പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള പൂർത്തിയാക്കി. സത്യത്തില ഇത് ആരുടെ കുഴപ്പമാണ്? കൗൺസിലിംഗും കാര്യങ്ങളൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്തെന്നൊക്കെ പറയുകയൊക്കെ ചെയ്ത്, എന്നിട്ട് ഈ കുട്ടി ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ആരുടെ കുഴപ്പമാണ്? പറ. ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഓപ്പൺ ആയിട്ട് എല്ലാവരും തുറന്നു പറയുകയൊക്കെ ചെയ്യും. എല്ലാവർക്കും കേസും കാര്യങ്ങളൊക്കെ എടുക്കാൻ ഇതാണ്. പക്ഷേ ആ കൊച്ചിനെ അതുപോലെ കറക്റ്റായിട്ട് കെയർ ചെയ്തായിരുന്നെങ്കിലോ ഇന്ന് ആ കൊച്ചിന് ജീവിച്ചിരുന്നേനെ. ഈ ഫിലിപ്പിന്റെ കേസ് കേട്ടിലാണെങ്കിലോ അത് അതിനേക്കാളും കോമഡിയാണ്. ഈ കൊച്ച് നടന്ന കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് അവിടെ പറഞ്ഞു, അയാൾ അറസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തു. പക്ഷേ ഇവിടുത്തെ ജനങ്ങൾ എപ്പോഴും ആ പെൺകുട്ടിയെ കുറ്റം പറയുന്നത്. ആ പെൺകുട്ടി ഒരുപാട് കുറ്റവും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ആരും വിശ്വസിക്കുന്നില്ല. ഫിലിപ്പ് സാർ അങ്ങനെ ചെയ്യാറില്ല, പെടുത്തിയതാണെന്നുള്ള രീതിയിലാണ്.
നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം, ഇവിടെ ഈ കൊച്ചു മരിച്ചു, ഇവിടെ ഈ കൊച്ചു മരിച്ചിട്ടില്ല. മരിച്ചുകൊണ്ടാണെന്ന് തോന്നുന്നു ഈ ഒരു വീടിൻ്റെ താഴെ മൊത്തം ആ കൊച്ചു അങ്ങ് സപ്പോർട്ട് ചെയ്ത് ഇവിടുത്തെ സിസ്റ്റം ശരിയല്ല, കൗൺസിലിംഗ് ചെയ്തവരുടെ കുഴപ്പമാണ്, അതാണ് മറ്റാണ് മരിച്ചാണെന്നും പറഞ്ഞിട്ട്. ഇപ്പുറത്തെ കേസ് കെട്ടിലാണെങ്കിലോ ആ കൊച്ചിനെ എല്ലാവരും കൂടിയിട്ട് കുറ്റപ്പെടുത്തിയ സംസാരം, ആ കൊച്ചിൻ്റെ വീട്ടുകാരെ സംസാരിക്കുന്നത്, വീട്ടുകാർ ചെയ്ത് തെറ്റാ, വീട്ടുകാർ ചെയ്ത് തെറ്റാ, ഓക്കെ, അത് അംഗീകരിക്കേണ്ട കാര്യങ്ങൾ തന്നെ ജനങ്ങൾ പറയുന്നത്. പക്ഷേ ഈ ഫിലിപ്പിൻ്റെ ഈ കേസ് കേട്ടിൽ ഇപ്പോഴും ജനങ്ങൾ ഒരു 80% അയാൾ നിരപരാധിയാന്ന് പറയുന്നുണ്ട്. ആ വൈഫ് വന്ന് പറഞ്ഞ് കള്ളവാണെന്ന് പ്രൂവ് ചെയ്തിട്ട് പോലും ചിലവന്മാർ പറയുന്നത് എന്താണ്, നിനക്കൊക്കെ വേറെ പണിയില്ല, നീ കാര്യം മേടിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ നടക്കുന്നതെന്നൊക്കെ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. കാരണം ഇവിടെ ഒരു മരണം നടന്നു, ഇവിടെ മരണം നടന്നിട്ടില്ല. ഇത് നടന്നായിരുന്നെങ്കിലോ വേണമെങ്കിൽ ജസ്റ്റിസ് ഫോർ എന്ന് പറഞ്ഞിട്ട് ആ കൊച്ചിൻ്റെ പേരും കൂടെ ചേർത്ത് വേണമെങ്കിൽ സംസാരിച്ചാനേ. അപ്പം കണ്ണീരൊഴുക്കാൻ ഒരുപാട് മലയാളികൾ കാണും, ഒരുപാട് ആൾക്കാർ. ണ്ട് അക്കാര്യങ്ങളിലുള്ള വിവരങ്ങൾ കൂടി ഇനി ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരേണ്ടതുണ്ട്. 2024-2025 കാലത്താണ് ഈ കുട്ടി പീഡനത്തിനിരയായത് എന്നാണ് പോലീസ് ഉൾപ്പെടെ നൽകുന്ന വിവരം. രണ്ടുപേരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവരെ ഉൾപ്പെടെ ചോദ്യം ചെയ്യും, ഇവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നു അടക്കമുള്ള കാര്യങ്ങളും ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും അത്യന്തം ഞെട്ടിപ്പിക്കുന്നതാണ്, ദാരുണമായ ഒരു സംഭവമാണ് ഈ ഉണ്ടായിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് രണ്ട് കാര്യങ്ങൾ പ്രധാനമായി വന്നിരിക്കുന്ന വളരെ കുറച്ച് കാര്യങ്ങളാണ് ഈ കാര്യത്തിലുള്ളത്. ഒന്ന്, കുട്ടി വിശദമായ വിവരങ്ങൾ ഡോക്ടർക്ക്, ചികിത്സ തേടിയിരുന്ന ഡോക്ടർക്ക് വിവരം നൽകിയിരുന്നു. അതോടൊപ്പം തന്നെ പിന്നാലെ കുട്ടി പഠിച്ചിരുന്ന സ്കൂളിൽ എത്തുകയും അവിടെ ചൈൽഡ് ലൈൻ അവിടുത്തെ കൗൺസിലറോടൊക്കെ വിവരങ്ങളെല്ലാം വിശദമായി പറയുകയും ചെയ്തു എന്നതാണ്. 10-ാം തീയതി തന്നെ ഈ വിവരം ലഭിച്ചതിന് പിന്നാലെ തന്നെ സ്കൂൾ അധികൃതർ നേരെ പോലീസിന് വിവരം അറിയിക്കുകയായിരുന്നു. അതിനുശേഷമാണ് പ്രതികളായ ഈ കുട്ടി നൽകിയിരിക്കുന്ന മൊഴി അനുസരിച്ചിട്ടുള്ള രണ്ടുപേരെയും പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഒന്ന് അയൽവാസിയാണ്. വെറുതെ വിടരുത്, ഈ രണ്ടവന്മാരെയും തൂക്കിക്കൊല്ലണം. സത്യം പറഞ്ഞാലോ, തൂക്കണം അവന്മാരെയൊക്കെ. പ്രായപൂർത്തിയാവാത്ത ഓരോ പെണ്ണുങ്ങളോട് കാണിക്കുന്ന ഇതുപോലുള്ള തോന്നിയവാസം ഉണ്ടെങ്കിൽ അവന്മാരൊന്നും വെറുതെ വിടരുത്, അടിച്ച് പൊട്ടിക്കണം അവന്മാരെയൊക്കെ. ഉള്ളവരും തുറന്നു പറയാമല്ലോ, അടിച്ച് പൊട്ടിക്കണം. അതുപോലെ ഇപ്പം എല്ലായിടത്തും ഇതിങ്ങനെ നടക്കുന്നുണ്ട്. എത്ര ആൾക്കാർക്ക് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെന്ന് എത്ര ആൾക്കാർ. കാരണം പ്രായപൂർത്തിയാവാത്ത സമയത്ത് ചിലവന്മാരൊക്കെ ഈ കുടുംബത്തിലെ മിക്കതും നടക്കുന്നത് ഈ കുടുംബത്തിലെ ചില ഈ അറിയാലോ ഈ പെങ്ങളന്മാരൊക്കെ ഉണ്ടല്ലോ, ബന്ധത്തിലൊക്കെ ഉള്ള അങ്ങനെ ചിലവന്മാരൊക്കെ ഉണ്ട്. ഇതുപോലുള്ള തോന്നിവാസങ്ങളൊക്കെ കാണിക്കുകയും ഒരുപാട് കേസ് കേട്ടുകളുണ്ട്. പലവരൊക്കെ നമ്മളോട് പേഴ്സണലി പറയുന്ന കുറേ കാര്യങ്ങൾ, അവരുടെ ചെറുപ്പത്തിലുണ്ടായ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ വീട്ടുകാരും ശ്രദ്ധിക്കത്തില്ല. മാമൻ്റെ മോന് കുഞ്ഞമ്മയുടെ മോള് ഭയങ്കര സ്നേഹമാണ് അങ്ങനെയാണെന്നൊക്കെ ആ വീട്ടുകാർ വിചാരിക്കും. പക്ഷേ ഇവരുടെയൊക്കെ മനസ്സെന്താണെന്ന് ആർക്കും പറയാൻ പറ്റത്തില്ലല്ലോ. ചിലവന്മാരൊക്കെ കാണിക്കുന്ന തോന്നിവാസങ്ങളൊക്കെ അതാണ് നമ്മൾ എന്താ പറയുക, വിചാരിക്കാത്തതിൻ്റെ അപ്പുറത്തെ കേസുകെട്ടുകളൊക്കെയാണ്. നല്ലവനായിട്ട് നടക്കുന്നവന്മാരൊക്കെ കാണിക്കുന്ന എന്തിന് ഈ ഫിലിപ്പ് എന്ന് പറയുന്നവൻ തന്നെ എത്ര മോട്ടിവേഷൻ ക്ലാസ് നടത്തിയവനാ മാറി, എന്നിട്ട് കാട്ടിക്കൂട്ടിയത് എന്ത് തോന്നിയ ദിവസം കാട്ടിക്കൂട്ടി. ഇവന്മാരൊന്നും വെറുതെ വിടരുത്, ഒറ്റ ഒരെണ്ണത്തിനെ വെറുതെ വിടരുത്, തക്കതായിട്ടുള്ള ശിക്ഷ മേടിച്ചു കൊടുക്കണം. അതുപോലെ തന്നെ ഇവിടുത്തെ മലയാളികളുടെ സ്വഭാവമുണ്ട്. ഇപ്പം ഈ രണ്ട് കേസും ഏകദേശം ഒന്നാണ്. 16 വയസ്സുകാരിക്ക് ഉണ്ടായ അനുഭവം. ഒരുത്തി വന്നിട്ട് എല്ലാം കറക്റ്റായിട്ട് വിളിച്ച് പറയുകയും ചെയ്തു, ബോൾഡായിട്ട് നിൽക്കുകയും ചെയ്തു. സ്ട്രോങ് ആയിട്ട് ആ കുട്ടി നിന്നിട്ട് കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് പറഞ്ഞു. മറ്റേതിന് അത് താങ്ങി നിൽക്കാൻ പറ്റിയില്ല, ആ ജീവിതം അവസാനിപ്പിച്ചു. ആ അവസാനിപ്പിച്ചതിൻ്റെ ആ ഒരു വീഡിയോയുടെ താഴെ വന്നിട്ട് എല്ലാവരും ആ കൊച്ചിനെ കുറിച്ച് കഷ്ടമാണ്, പാവം എത്രമാത്രം വേദന അനുഭവിച്ചു കാണും, ആരോടെങ്കിലും പറഞ്ഞായിരുന്നെങ്കിൽ അല്ലെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, പിന്നെന്താ പറയണ്ടേ, ഇവിടുത്തെ സിസ്റ്റം ശരിയല്ല, അങ്ങനെയാണ് കൗൺസിലർമാർ ശ്രദ്ധിച്ചില്ലെന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പുറത്ത് ഫിലിപ്പിൻ്റെ കേസായിട്ട് വന്നപ്പോൾ ഒരു പെൺകുട്ടി സ്ട്രോങ് ആയിട്ട് നിന്നു. ആ സ്ട്രോങ് ആയിട്ട് നിന്നപ്പോഴും അതിന് കുറ്റങ്ങൾ മാത്രം. ഫിലിപ്പച്ചായം പാവം അതിനെ പെടുത്താൻ നോക്കിയതാണെന്നും പറഞ്ഞിട്ട് കുറേ എണ്ണം. എന്നിട്ട് ഭാര്യയും ഒരു മോളും വന്നിട്ട് ഇല്ലാത്ത കഥകൾ അടിച്ചു വിടുകയും ചെയ്ത്. എന്തായാലും അമ്മയുടെ മോടെ ആപ്പീസ് കൂട്ടിയിട്ടുണ്ട്, വീട്ടിൽ കയറി ഇരിപ്പുണ്ട്. എനിക്ക് നിങ്ങളോടൊന്ന് പറയണമെന്ന് തോന്നി. കാരണം നമ്മുടെ ആൾക്കാരുടെ രീതി, മലയാളികളുടെ രീതി എന്ന് വെച്ചാൽ ഒരു വിഷയത്തിലാണെങ്കിലും 2 തട്ടാണ്. അതാണ് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത്. ഞാൻ ജസ്റ്റ് ഒന്ന് കൂട്ടി സംസാരിച്ചെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് എന്താ തോന്നുന്നത് വെച്ചാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കറക്റ്റായിട്ട് പറ.